ഹലോ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ആശിഷ് ടെക്കി വ്ളോഗർ. നമ്മൾ ഇന്നലെ ഒരു സെഗ്മെന്റ് തുടങ്ങിയിരുന്നു. അതായത് ആൻഡ്രോയിഡ് ഫോൺസിന്റെ സെക്യൂരിറ്റിയെ എങ്ങനെയൊക്കെ നമ്മുടെ മണ്ടത്തരങ്ങൾ കാരണം അതിനുണ്ടാകുന്ന വീഴ്ച, അതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പം അതിന്റെ ഒരു തുടർ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ചെയ്ത ടിക്ടോക്കിന്റെ ഒരു കാര്യമായിരുന്നു. അതായത് ടിക്ടോക്ക് ഡൗൺലോഡ് ചെയ്യുന്ന പറഞ്ഞാൽ സോഷ്യൽ നെറ്റ്വർക്ക് വഴി വരുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ആ ലിങ്കിൽ വരുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ടും നമ്മുടെ ഫോണിലുണ്ടാകുന്ന സെക്യൂരിറ്റി വീഴ്ചയെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തത്. അപ്പോൾ പറഞ്ഞ അതിൻ്റെ ഒരു തുടർ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന വാട്സപ്പ് ആപ്ലിക്കേഷനാണ്. അപ്പം അതിനകത്ത് നമ്മുടെ മണ്ടത്തരങ്ങൾ കാരണം നമ്മുടെ ഡേറ്റ മറ്റുള്ളവരിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അതിനുമുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തൊട്ട് താഴെ കാണുന്ന ചുമന്ന ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ തന്നെ ചെയ്തേക്കുക. എങ്കിൽ മാത്രം ഞാൻ ഇടുന്ന ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ തമ്മിൽ കണ്ടു കാണും വാട്സപ്പ് ഉപയോഗിക്കുന്ന സ്ത്രീകൾ ഈ വീഡിയോ കാണുകയെന്ന്. അപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് മാത്രമേ അബദ്ധം പറ്റുന്നത്. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും പറ്റും. ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കാണ് പറ്റുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഫോൺ കിട്ടി കഴിയുമ്പോൾ അവർ ആദ്യം ചെക്ക് ചെയ്യുന്ന അതിന്റെ സെക്യൂരിറ്റിയാണ്. ആദ്യം തന്നെ അവർ സെറ്റിംഗ്സിൽ പോയി അതിന്റെ സെക്യൂരിറ്റി ഇടുന്നു. അത് ഫിംഗർ പ്രിന്റ് അതുപോലത്തെ ഫേസ്ബുക്ക് എല്ലാ കാര്യങ്ങളുണ്ട്. അവരുടെ ആപ്ലിക്കേഷൻ എല്ലാം മറ്റുള്ളവരെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എല്ലാം ലോക്ക് ചെയ്ത് വെക്കും. പക്ഷെ പെൺകുട്ടികളുടെ കാര്യം നോക്കുവാണെങ്കിൽ അവരങ്ങനെയല്ല, അവർക്ക് മറ്റുള്ളവരെ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ അവർ മെയിനായിട്ട് ഒരു ലോക്ക് ഇടും, അല്ലാതെ ആപ്ലിക്കേഷനും അങ്ങനത്തെ ലോക്ക് ഇട്ട് കണ്ടിട്ടില്ല ഇതിലോട്ടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പം ഇതുപോലെ തന്നെ വേറെ ഇൻസിഡന്റ് ഉണ്ടായി. കാരണം ഇതുപോലെ തന്നെ ഒരാൾക്കും ഒരു സംഭവിച്ചിങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ടിന് ഇതുപോലെ കാര്യം സംഭവിച്ചു. അയാളുടെ വാട്സപ്പിലെ വിവരങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ മണ്ടത്തരം സംഭവിച്ചു. ആ മണ്ടത്തിലാണ് നമ്മൾ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ വാട്സപ്പിൽ വാട്സപ്പ് അപ്പ് എന്നൊരു സാധനമുണ്ട്. അത് സ്ക്രീൻ ഷെയറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ഫോണിലുള്ള വാട്സപ്പ് നമ്മുടെ സിസ്റ്റത്തിനോ ലാപ്ടോപ്പിലോ ഒക്കെ കാണിക്കാൻ വേണ്ടി വാട്സപ്പ് അങ്ങ് ഉണ്ടാക്കിയിട്ടൊരു സാധനമാണ്. പക്ഷെ വേറൊരു വിധത്തിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു സെക്യൂരിറ്റിക്ക് ചെറിയൊരു വീഴ്ച തന്നെയാണത്. അപ്പം ആ വീഴ്ച എന്താണ് നമ്മൾ നോക്കാൻ പോവുകയാണ്. നമുക്ക് അതിന് നമ്മുടെ മൊബൈൽ എടുത്ത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചത് എന്ത് സംഭവം എന്ന്. ഇപ്പം എൻ്റെ 2 ഫോണുണ്ട്. അപ്പം ഈ ഫോണിലെ വാട്സപ്പാണ് നമ്മൾ ഇങ്ങോട്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഫോണിലുള്ള വാട്സപ്പ് ഞാൻ ഇങ്ങോട്ട് കോപ്പി ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധിക്കും ഇത് ഇതിനകത്ത് വാട്സപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കി നിൽക്കണം. എങ്ങനെയാണ് നിങ്ങളുടെ ഫോണിലെ ഡേറ്റ വേറെ ഫോണിലോട്ടാവുന്നത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഫോണിൽ ഞാൻ ഇവിടെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് വാട്സപ്പ് വെബ് എന്നാണ്. ഇപ്പം ഞാനിവിടെ വാട്സപ്പ് വെബ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മണ്ടയ്ക്ക് തന്നെ വാട്സപ്പ് വെബ് എന്ന് പറഞ്ഞൊരു ലിങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എടുക്കുമ്പം നമുക്കിത് ഇങ്ങനെ ഒരു സാധനം വരും. അതിനുശേഷം നമ്മൾ നമ്മുടെ 3 ഡോട്ടിൽ പോയിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചു നേരം ലോഡാവും. യെസ്, ഓക്കെ. നമുക്കിപ്പോൾ ഒരു QR കോഡ് വരും. ഈ QR കോഡാണ് നമ്മൾ സ്കാൻ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫോണിൽ എങ്ങനെയാണ് ഈ ഫോണിലോട് കോപ്പി ചെയ്യാനാണ്. അതിനുവേണ്ടി നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ഏറ്റവും ടോപ്പിൽ 3 ബട്ടൺ കാണും, അതായത് 3 ഡോട്ട്സ് കാണും. അതെടുത്തതിന് ശേഷം നമുക്ക് വാട്സപ്പ് വെബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഒരു QR കോഡ് സ്കാനർ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിലേത് ഈ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ ഈ ഫോണിലുള്ളത് ചാറ്റ് എല്ലാം അതേപടി ഇപ്പുറത്തെ ഫോണിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് കിട്ടിയ ചാറ്റൊക്കെ. സൂം ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും ഇപ്പുറത്തെ ഫോണിലുള്ള എല്ലാ ചാറ്റുകളും എനിക്ക് ഈ ഫോണിൽ കിട്ടിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും. അപ്പം എനിക്ക് ഇപ്പം ഞാൻ ഈ മെസ്സേജ് എടുത്തു. ഓക്കെ, അപ്പം നമുക്ക് ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം എന്തൊക്കെ സാധനങ്ങളാണ് ഇപ്പുറത്തെ ഈ ഫോണിലുള്ളത്. അതെല്ലാം ഇപ്പുറത്തോട്ടാണ്. ഓക്കെ, നമുക്ക് ഇപ്പുറത്തെ ഫോണിൽ നോക്കാം. ഇത് സത്യമാണെന്ന് അറിയുമ്പോൾ നമുക്ക് അപ്പുറത്തെ ഫോണിൽ കൂടെ നോക്കാം. അതിന് വേണ്ടി ഇത് ചെയ്തെടുത്തു. കണ്ടോ? ഓക്കെ, നമുക്ക് ഇതിനകത്തും കൂടെ ചാറ്റ് ചെയ്ത് മെസ്സേജ് അയക്കാൻ പറ്റും. അതായത് അപ്പം ഞാൻ ഈ ഫോണിൽ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ രണ്ടാമത്തെ ഫോണിൽ ഞാൻ ഒരാൾക്ക് മെസ്സേജ് അയക്കുകയാണ്. അതായത് എന്തെങ്കിലും അയച്ചാൽ മതി. ഓക്കെ, അതിനുശേഷം നമ്മൾ സൈഡിലോട്ടാക്കുന്നത് ഇവിടെ സെൻഡ് ബട്ടൺ ഉണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ എന്തെങ്കിലും ഒരു മെസ്സേജ് സെൻഡ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ അപ്പുറത്തെ ഫോണിൽ നോക്കാം. കണ്ടോ, ഇവിടെ നമുക്ക് മെസ്സേജ് സെൻഡ് ആയിട്ട് കാണിക്കാം. ഒരാൾക്ക് മെസ്സേജ് സെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ അമ്മയുടെ ഫോണാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് കാണിച്ചത്.
ഓക്കെ, അപ്പം ഈ ഫോണിൽ നിന്ന് ഇപ്പുറത്തെ ഫോണിലോട്ട് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടാണ് നമ്മുടെ വാട്സപ്പ് ഒരു ഫോണിൽ നിന്ന് മറ്റേ ഫോണിലോട്ട് കോപ്പി ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് നിങ്ങളുടെ ഡേറ്റാസ് ഒക്കെ വേറൊരാളിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഫോണ് വേറൊരാൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പം പലരുടെ ഒരു സംശയമാണ്, ഈ ഫോണിനകത്ത് നെറ്റ് ഓൺ ആയിരുന്നാൽ മാത്രമേ ഇതാവത്തുള്ളൂ. ഇപ്പം ഞാൻ ഇതിനകത്ത് വൈഫൈ ഓഫ് ചെയ്തിട്ടുണ്ട്, അപ്പോഴും നമുക്ക് ഇവിടെ വാട്സപ്പ് ഒരു കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയാണ് നമ്മുടെ ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലോട്ട് നമ്മുടെ വാട്സപ്പും കോപ്പി ചെയ്യുന്നതും നമ്മുടെ ഡേറ്റ പോകുന്നതും. ഇനി എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ നമുക്കിത് അറിയാം? നമ്മുടെ ഫോൺ ഇങ്ങനെ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, വേറൊരാളുടെ കയ്യിൽ നമ്മുടെ വാട്സപ്പ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാം നമ്മൾ നോക്കാൻ പോവുകയാണ്. നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോൺ വേറൊരാളുടെ കയ്യിലുണ്ടെന്ന് അറിയാം. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ അടുത്ത് കൂടി 3 ഡോട്ട് എടുക്കുക. അതിനുശേഷം മുമ്പേ എടുത്ത പോലെ വാട്സപ്പ് വെബ് എടുക്കുക. അപ്പം നമുക്ക് കാണാൻ സാധിക്കും കറന്റ്ലി ആക്റ്റീവ് ലിനക്സ് എന്ന് പറഞ്ഞതിനകത്ത്, അതായത് നമ്മുടെ മറ്റേ ഫോണിനകത്ത് ആക്റ്റീവായിട്ടാണ് അത് കാണിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ മറ്റേ ഫോണൊന്ന് ഓണാക്കി കാണിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇവിടെ ഫോണാണിത്. അപ്പം ഇതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് ലോഗ് ഔട്ട് ഫ്രം ഓൾ ഡിവൈസ് എന്ന് പറഞ്ഞ അതുണ്ട്, അതൊന്ന് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ചോദിക്കും, ആർ യു ഷുവർ യു വാണ്ട് ടു ലോഗ് ഔട്ട് എന്ന്. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്, ലോഗ് ഔട്ട് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇനി അപ്പുറത്തെ ഫോൺ നോക്കാം. യെസ്, ഇത് കണ്ടോ, ഇത്ര ഉള്ള കാര്യം. അപ്പം നമ്മുടെ ഫോൺ വേറെ ആളുമായിട്ട് കണക്റ്റ് ആയി നോക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. നമ്മുടെ 3 ഡോട്ട് മണ്ടക്കത്തെ 3 ഡോട്ട് എടുക്കുക. അതിനുശേഷം വാട്സപ്പ് വെബ് എടുക്കുക. അപ്പം തന്നെ നമുക്ക് ഇവിടെ QR കോഡാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഫോൺ സേഫാണ്. നമ്മുടെ ഈ വാട്സപ്പ് വേറെ ഫോണിൽ കോപ്പി ആയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഫോണിലെ സെക്യൂരിറ്റി അങ്ങനത്തെ ഒരു കാര്യങ്ങളെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്ന നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അതൊക്കെ നമ്മൾ വീഡിയോ വെൻഡപ്പ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണിത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് ഇറ്റ്സ് മീ ആശിഷ് സൈനിങ് ഔട്ട്.